ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം കുറേ കാലത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഏകദേശം 2 വീക്സ് ആവാനായി. സോറി ഗൈസ്, ഇനി മുതൽ മാക്സിമം വീഡിയോ ഇടാനും ട്രൈ ചെയ്യാം ഗൈസ്. അപ്പം ചാനലൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, ഓപ്പോണൻ്റ് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ ഗൈസ്, ഞാൻ പറയാൻ വിട്ടുപോയി, ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചലഞ്ചായിട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് സ്കോഡ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ ഗൈസ്, ഡിവിഷൻ 3 ഓപ്പോണൻ്റ് ആട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ സ്കോഡ്. നമ്മളെ ഈ ഡിഫെൻഡിങ് പൊസിഷനിലുള്ള മൊത്തം പ്ലേയേഴ്സ് അറ്റാക്കിങ് പൊസിഷനിലുള്ള പ്ലേയേഴ്സ് ഡിഫെൻസീവിലും. ഇപ്പോൾ നമ്മളെ റൈറ്റ് ബാക്കിൽ മെസ്സിനെ കാണാം. അതേപോലെ റൈറ്റ് വിങ്ങിൽ കഫേഴ്സ്, റിവേഴ്സാണ് പൊസിഷൻ. അതേപോലെ നമ്മുടെ സ്റ്റോപ്പർ ബാക്ക് വരുന്നത് എംബാപ്പയും ഹാളൻഡും. നമ്മുടെ സ്ട്രൈക്കേഴ്സ് വരുന്നത് മൾഡീനി, നെസ്റ്റേഴ്സ്, ഒരു ഇറ്റാലിയൻ കോംബോ ആണ്. ലെഫ്റ്റ് വിങ്ങിൽ കാർലോസ് ഗൈസ്. പിന്നെ സബിൽ കുറച്ച് പേരുണ്ട്, അവരെ നോക്കിയിട്ട് സബ് ഇറക്കാം. അപ്പോൾ ഓപ്പോണൻറ്റിൻ്റെ സ്കോഡ് സെയിം ഫോർമേഷനാണ്, പക്ഷെ നല്ലൊരു സ്കോഡ് ഉണ്ട് ഓപ്പോണൻസിന്. അപ്പോൾ ഗൈസ് നമുക്ക് മാക്സിമം ക്രോസിങ് ട്രൈ ചെയ്യാം. ഹൈറ്റുള്ള പ്ലേയേഴ്സാണ് മുന്നിൽ. അപ്പം കാർലോസും കഫും വെച്ച് മാക്സിമം ക്രോസ് ഇടാൻ നോക്കാം ഗൈസ്. അപ്പോൾ ബെക്കംബോർ അത്യാവശ്യം ത്രൂ പാസിംഗ് ഒക്കെ ഉള്ള പ്ലെയറാണ്. അപ്പം പുള്ളിയുടെ നല്ല നല്ല ത്രൂ പാസ് കിട്ടുമായിരിക്കും ഗൈസ്. നേരെ മാച്ചിലേക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, മാച്ച് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ഈ കൊഫാണ് സ്റ്റാർട്ട്. ബെല്ലിംഗം ടു മെസ്സി. ഓക്കെ ഗൈസ്, കഫുണ്ട്, കഫു ടു ബെക്കംബർ ഗൈസ്. നല്ലൊരു അറ്റാക്കാണ് ഗൈസ്. ബെക്കംബർ ഒരു ക്രോസ് വെക്കുക ഗൈസ്. ഹെഡ് കുത്തോ ഇല്ല ഗൈസ്. ക്രോസ് കൂട്ടൊക്കെ ഇടയിലായിട്ട് ഡിഫെൻഡ് ചെയ്ത് ഗൈസ്. നല്ലൊരു ലോങ് റേഞ്ച് ബെല്ലിംഗത്തിൻ്റെ നല്ലൊരു സേവും ഗൈസ് ഓപ്പോണൻറ്റിൻ്റെ ഗൈസ്. അവരുടെ ഗോൾ കീപ്പറെ തന്നെ ശ്രദ്ധിച്ചില്ല കേസ്. നമുക്ക് കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. നമുക്ക് നമ്മുടെ ഒരു ട്രിക്ക് ഉണ്ട് കേസ്. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ കഴിയുന്നു. നമുക്ക് ഏകദേശം ഒരു 80% ഗോളാണ് കേസ്. നമ്മളെന്തായാലും ഇവിടെ അടിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ ഡയറക്റ്റ് എടുക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ട്രിക്കൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് എടുക്കാം. ഈ ട്രിക്ക് ഒരു 80% വർക്കിംഗ് തോന്നുന്നു കേസ്. എനിക്ക് എടുക്കാനുള്ള യൂസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട് ഗൈസ്. എന്തായാലും നമ്മളൊരു ഗോള് ലീഡാണ്. നമ്മൾ നെസ്റ്റ് അടിച്ചിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഗൈസ്, അവർ ഓക്കെ ഓക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. വെല്ലിങ് എടുക്കണം ഗൈസ്. എന്നാലും നെസ്റ്റ് തന്നെ ഡിഫെൻസിലേക്ക് വന്ന് എടുത്തിട്ടുണ്ട് ഗൈസ്. നെസ്റ്റ് തന്നെ ഫോർവേഡ് ഇട്ടാലും ഡിഫെൻസ് കളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, മെസ്സി എടുക്കുമെന്ന് അറിയില്ല. ഇവിടെ നോക്കാം നമുക്ക്. ഓക്കെ, പൈറസ് സ്കീലിട്ടുണ്ടോ ഗൈസ്. മെസ്സിനെ വരെ ഇവർക്ക് കടുക്കാൻ കഴിയില്ല. അത്രക്കും നല്ല പെർഫോമൻസ് ആണ് ഗൈസ്. ഗൈസ് എംബാപ്പെ ടു ഗൈസ് അവരടിച്ച്. നല്ലൊരു സേവ്. അവരുടെ ബാജ് നല്ലൊരു ഷോട്ട് എടുത്ത് ഗൈസ്. നമ്മുടെ പീറ്റർ സ്റ്റെക്ക് രക്ഷകൻ ഗൈസ്. കീപ്പറിലെ പൊസിഷൻ മാറ്റിയിട്ടില്ല കേട്ടോ. പൊസിഷൻ മാറ്റിയാൽ നല്ല പണി കിട്ടും ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത സീസൺ മുതൽ റാങ്ക് കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ ഗെയിം പ്ലേസ് ആയിരിക്കും ഇനി ഇടാം ഗൈസ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, കഫാണ് റണ്ണെടുക്കുക. ഓക്കെ ഗൈസ്, വെച്ചിട്ടുണ്ട്. കാർലോസിന് കിട്ടിയില്ല ഗൈസ്. സ്റ്റിൽ കാർലോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബോൾ ഗൈസ്. ഓക്കെ മൾഡിനാണ് സ്റ്റണ്ടിങ് വെക്കുക ഗൈസ്. അപ്പോൾ ഇതിനെയൊക്കെ അവർ വന്നെടുത്ത് സ്റ്റിൽ നമ്മുടെ കൈമലായിട്ട് ബുക്ക് വൈസ് ആക്കാം. ഓക്കെ, സ്കില്ലിട്ട് കയറുന്നുണ്ട് ബുക്ക് വൈസ് ആക്കാം. ഉള്ളോട്ട് കട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം ഗൈസ് പോയി. ഗൈസ് അവരുടെ അമ്പക്ക് കിട്ടില്ല. 2 തുള്ളോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും പീറ്റർ സ്റ്റെക്കിയുടെ കൈമിൽ നമ്മൾ രക്ഷകനായിട്ടുണ്ട് ഗൈസ്. വീണ്ടും അമ്പപ്പ്, വീണ്ടും സ്റ്റണ്ണിങ്. നമ്മൾ ബ്ലോക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഹാളൻഡാണ് ബ്ലോക്ക് ഇട്ട് തോന്നിയിട്ടുണ്ട് ഗൈസ്. മെസ്സി ഇപ്പം തന്നെ ഓൺ ഗോളിട്ട് ആയാലും മെസ്സിയാണ് അപ്പോൾ സബ്ബായിട്ട് ഗൈസ്. ഹാളൻഡിൻ്റെ ഒരു ത്രൂ പാസ് സാക്ക ടു കാർലോസ് ടു മൾഡീനി. ഒക്കെ സാക്ക് എടുത്തിട്ടുണ്ട് കേസ്. നല്ലൊരു കേസ്. എന്തായാലും അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് കേസ്. നമ്മൾ മാക്സിമം ക്രോസിങ് ആണ് ട്രൈ ചെയ്യണത്. അപ്പം നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല കേസ്. ഓക്കെ ഗൈസ്, അവരടിച്ചിട്ടുണ്ട്
ഇപ്രാവശ്യം പീറ്റർ ചെക്കിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ടൊട്ടി ഇവിടെ സെൽഫി എടുക്കുന്നുണ്ട് ഗൈസ്. ഇന്ത്യയിലുണ്ട് ഒരു ടൊട്ടി, ഞാനൊന്ന് സെലിബ്രേഷൻ ഇട്ടോക്കണം. ടൊട്ടിനെ വെച്ച് കളിപ്പിച്ചില്ല. എന്തായാലും ഗൈസ് നമുക്ക് തിരിച്ചടിക്കാൻ കഴിയാൻ നോക്കുക ഗൈസ്. എന്തായാലും ചലഞ്ചല്ല ഗൈസ്, ചലഞ്ച് വിന്നാവണം. ഗൈസ് അവരുടെ പൈറസാണ്. വീണ്ടും എംബാപ്പെ, ബജിയോ, മെർസലിയൊക്കെ എടുത്ത് സ്റ്റണ്ണിങ് അടിക്കാൻ നോക്കിയതാ. ഹാളൻഡൊക്കെ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് ഹാളൻഡിനെ കടുക്കാൻ കഴിയില്ല ഗൈസ്. ബെസ്റ്റ് ഡിഫൻഡർ ഹാളൻഡ്. ഗൈസ് കാർലോസ് ആണ്. ഇവിടെ ഒരു ക്രോസ് വെച്ച് നോക്കുക. ഓക്കെ നെസ്റ്റക്ക് ഗൈസ്, വാട്ടർ ടാപ്പിൻ ബൈ നെസ്റ്റ ഗൈസ്. ഒരു കിഡിനെ സ്ട്രൈക്കർ ടാപ്പിൻ ചെയ്ത് കൊടുക്കുന്ന മാതിരിയാണ് നമ്മുടെ നെസ്റ്റ ടാപ്പിൻ ചെയ്തത്. ബെസ്റ്റ് സ്ട്രൈക്കർ ഗൈസ്. റൊണാൾഡോ ഒക്കെ ടാപ്പിംഗ് വെച്ച് കൊടുക്കണം, അതൊരു ശൈലിയിൽ ടാപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഒരു ചാൻസാണ്. കഫു 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 ഗൈസ്. അവരുടെ ബെക്കംബോർ ബ്ലോക്കിങ്. നമ്മൾ ക്രോസ് വെച്ച് നോക്കി, ബെക്കംബോർ ബ്ലോക്ക് ചെയ്ത് ഗൈസ്. മെസ്സി ത്രോ അറിഞ്ഞുണ്ട്. ഓക്കെ ഓക്കെ, സ്റ്റണ്ണിങ് ഫ്രം ബെല്ലിംഗം. വീണ്ടും നല്ലൊരു സേവ് ഗൈസ്. അവരുടെ ഗോൾ കീപ്പർ ആരാ ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ല. സോ ഓക്കെ, വീണ്ടും കോർണർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഈ ട്രിക്ക് വർക്കാവുമെന്ന് അറിയില്ല, കാരണം അവൻ കവർ ചെയ്യും. നമ്മൾ ഈ ഷോർട്ട് കോർണർ വിളിച്ചിട്ടുണ്ട്. ഓക്കെ സാക്കാണ്. കയറാൻ കഴിഞ്ഞില്ല. അവിടെ കയറിയിട്ട് ഒരു ക്രോസ് ഇടായിരുന്നു. ഓക്കെ മെസ്സിൻ്റെ ഒരു ക്രോസ് നെക്സ്റ്റ് എടുത്തോ ഇല്ല. അവരുടെ കോസ്റ്റക്കൂട്ട, ഈ കോസ്റ്റക്കൂട്ട ഭയങ്കര സീനാണ്. ഫ്രീ കാർഡ്. ഓക്കെ ഗൈസ്, നെസ്റ്റൻ്റെ ഒരു ഫേക്ക് ഷോട്ട് പ്ലസ് സ്റ്റണ്ണിങ് നോക്കി വർക്കായില്ല. അവരുടെ അറ്റാക്കാണ് പൈറസ്. എംബാപ്പെ എടുക്കുക എംബാപ്പെ എടുത്താണ്ടി ഗൈസ്. അവർ കട്ട് ചെയ്ത് കയറി. സ്റ്റിൽ പീറ്റർ സെക്ക് സേവ്സ് us ഗൈസ്. പീറ്റർ ചെക്ക് ഗൈസ് നല്ല രക്ഷകനായിരിക്കുന്നു. മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ആണ് പീറ്റർ ചെക്ക് കാഴ്ചവെക്കണത് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സ്ക്വാഡ് തന്നെ വെച്ച് പോവാം. നേരെ സെക്കൻഡ് ഹാഫിലേക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവരുടെ ഇക്കോപ്പാണ് ബജിയോ. ബജിയോ ആണോ ബജിയോ ആണോ കമൻറ്റ് ചെയ്യാം. സ്പെല്ലിങ് എന്തായാലും ഒരേതാണല്ലേ. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട്. മെസ്സിയുടെ ഇൻ്റർസെപ്ഷനാണ്. എംബാപ്പെ മിസ്സാക്കല്ലോ. ഓക്കെ ബെല്ലിംഗം ടു മൾഡീനിയുടെ ഒരു മിസ് പാസ് കേസ്. മൾഡീനിനെ അങ്ങനെ സി എഫിൽ കാണുന്നില്ല കേട്ടോ. ഒറ്റ സ്റ്റണ്ണിങ് ഷോട്ട് എടുക്കാൻ പോയതേ കണ്ടിട്ടുള്ളൂ കേസ്. അവരുടെ നൈസ് ഷോട്ട് വീണ്ടും പീറ്റർ ചെക്ക് സേവ് ചെയ്യാണ്. നമ്മുടെ ഡിഫൻസിന് കുറച്ച് പണിയാവുന്നുണ്ട് കേസ്. നമ്മുടെ ഡിഫൻസിൽ എംബാപ്പനെ കാണുന്നില്ല. അതേപോലെ ബാക്കി എല്ലാവരും നല്ല കളിക്കുന്നുണ്ട്. സി എഫിൽ മൾഡീനിനെ കാണുന്നില്ല. നെക്സ്റ്റ് കിട്ടില്ല പെർഫോമൻസാണ് ഗൈസ്. ഓക്കെ എമ്മാൽ കോർണർ എടുക്കുന്നുണ്ട്. ക്ലിയർ ഒക്കെ സാളൻ്റെ ഉണ്ടാകുമ്പോൾ ചാടി എത്താൻ ആർക്കും കയ്യിലുണ്ടാവില്ല. നല്ലൊരു ഷോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവരുടെ ഡേവിസാണ് ഗൈസ്. മെസ്സി കിട്ടില്ല പോലെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മെസ്സിയുടെ നല്ലൊരു ത്രൂ പാസ് ഗൈസ്. കഫാണ്. ബെക്കംബോറിന് കിട്ടില്ല പോലെ വെച്ചെങ്കിലും കിട്ടിയില്ല. ഗായ്സ് ബജിയോ എംബാപ്പൻ്റെ ഗായ്സ്. എംബാപ്പെ സ്റ്റണ്ണിങ് അടിക്കുക, പീറ്റർ ചെക്ക് സേവ് ഇടുക ഗായ്സ്. ഇതാണ് ഈ കളിയിൽ മെയിനായിട്ട് നടക്കുന്നത്. എംബാപ്പെ ഡബിൾ ടച്ച് ഇടുക, സ്റ്റണ്ണിങ് അടിക്കുക, പീറ്റർ ചെക്ക് അത് സേവ് ഇടുക ഗായ്സ്. ഇതാണ് മെയിനായിട്ട് നടക്കുന്നത് ഗായ്സ്. ടൊട്ടി ഓക്കെ വീണ്ടും പീറ്റർ ചെക്ക് കയറി ഒന്ന് തട്ടിയിട്ടുണ്ട്. കേസ് എടുക്കണം ഗായ്സ്. എടുത്തിട്ടുണ്ട്. ക്ലിയർ കേസ്. നെക്സ്റ്റ് എടുത്തറ കേസ്. മൾഡീനാണ് ഒരു ഇറ്റാലിയൻ. ഇന്റർസെപ്റ്റ് ചെയ്ത് പോയി കേസ്. യമാലാണ് യമാല്. ഓക്കെ കേസ്, ഓഫ് സൈഡാണ്. അല്ലെങ്കിൽ ഇപ്പം എംബാപ്പെ കയറി വന്ന് ഡബിൾ ടച്ച് ഇട്ടേനെ കേസ്. എന്തായാലും ഓഫ് സൈഡാണ് കേസ്. നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ നമ്മളെന്തായാലും മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. കുത്താൻ കഴിയോ? ഓക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ബെക്കം പോരെ മിസ്സാക്കല്ലേ. എംബാപ്പയാണ് കുറച്ച് ഡേഞ്ചറാണ്. ഇതാ ഒരു ഡബിൾ ടച്ച് വെച്ച് ഷണ്ണിങ് കേസ്. നെക്സ്റ്റ് ബെക്കംബോർ കേസ്. കാർലോസിൻ്റെ കിട്ടിയിട്ടുണ്ട് കേസ്. ഓക്കെ ഒരു ഫേക്ക് ഷോട്ട് നോക്കി നല്ലൊരു ടേണ്. സാക്കാണ് കേസായി. പാസ് വെക്കേണ്ടിയില്ലായിരുന്നു. ഓക്കെ കാർലോസാണ്. സ്റ്റണ്ണിങ് വെക്കുക. ഓക്കെ കേസ്. അവരുടെ കോസ്റ്റെ കൂടെ ഫിസിക്കൽ ഇട്ടിട്ട് ഇങ്ങോട്ട് എടുത്ത് കേസ്. എന്തായാലും
നമ്മുടെ ഹാളൻ്റെയൊക്കെ ഭയങ്കര ഡിഫെൻഡിങ്ങിലിട്ടു. ഓക്കെ ഗൈസ്, നല്ലൊരു ക്രോസിന് അവസരമുണ്ട്. അവരുടെ വാൻഡവൻ അതൊക്കെ ആരാ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഗൈസ്. ഓക്കെ, യമാലാണ് എടുക്കുക നോക്കുക ഗൈസ്. ബെക്കംബോറൊക്കെ ഡിഫെൻസീവിലേക്ക് വന്നിരിക്കുന്നു. ഓ ഗൈസ്, നല്ലൊരു ബോള് ഗൈസ്. ഞാൻ വിചാരിച്ച് ഗോളായിരുന്നു, ബട്ട് മിസ്സായി. ഔട്ട് ഓഫ് ടാർഗറ്റ് ആയിരുന്നു ഗൈസ്. അതാരെ ഷെൻജെങ്കോ പൈറസ് ഗൈസ്. പൈറസാണ് ഫിനിഷിങ്ങിൽ ചെറിയൊരു പോരായ്മ ഗൈസ്. നമ്മളെന്തായാലും പൊന്തിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇട്കോ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് അവർ വീണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്തു. മിസ് പാസ് ഗൈസ്. പൈറസിന് നല്ലൊരു പാസ് ഗൈസ്. ഗോളാവോ? ഗോളായി. ആയി ഇല്ല ഗൈസ്. സ്റ്റിൽ നല്ല ഡിഫെൻഡിങ് കിട്ടും സാക്ക. ഇത് നമ്മൾ ചോദിച്ച് മേടിച്ചതാ ഗൈസ്. നമ്മൾ പൈറസിൻ്റെ ഒരു കിട്ടിയില്ല ലോങ് റേഞ്ച്. ബീറ്റേഴ്സൊക്കെ കുറേ കഷ്ടപ്പെട്ടു, ഇത് കഷ്ടപ്പെടാൻ പറ്റിയില്ല. സാറിന് ഗൈസ് നമുക്ക് 10 മിനിറ്റ് വായിക്കേണ്ട അടിക്കുമോ ഗൈസ്. നല്ലൊരു ഓഫ് കഴിഞ്ഞില്ല. എംബാപ്പെ എടുക്കടാ. ഓക്കെ, എംബാപ്പെ എടുത്തിനട. ബജ നല്ല പ്രഷർ. പീറ്റർ ചെക്ക്. ഓക്കെ, പീറ്റർ ചെക്ക് ഉണ്ടായതിനെ കൊണ്ട് നമ്മൾ ഈ കളി ഇങ്ങനെ പോകണിട്ടോ. അല്ലെങ്കിൽ ഒരു 10 കൊടുങ്ങേണ്ട ടൈം കഴിഞ്ഞു. അവിടെ വെക്കടാ. ഓക്കെ, ഡേവിസാണ് എടുക്കോ. മെസ്സി എടുക്കടാ. മെസ്സിനും കട്ട് ചെയ്ത് ഗൈസ്. വീണ്ടും പീറ്റർ ചെക്ക് ഗൈസ്. പീറ്റർ ചെക്കിൻ്റെ ഒരു മാരൊക്കെ പെർഫോമൻസ് ഉള്ള മാച്ചാണ്. മാൻ ഓഫ് ദി മാച്ച് ഗൈസ് പീറ്റർ ചെക്കിനാ. നെക്സ്റ്റൊക്കെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. നെക്സ്റ്റൊക്കെ ഇടിക്കാൻ പോലെ കളിച്ചെങ്കിലും പീറ്റർ ചെക്കാണ് ഗൈസ് നമ്മളെ ഈ മാച്ചിൽ രക്ഷകൻ. ഒരു 10-15 ഗോള് കുടിക്കുന്ന ടൈം കയറി. ഗൈസ് ക്ലിയർ ആക്കിക്കോ. എക്കടെ ക്ലിയർ. ഓക്കെ, ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അവരുടെ ഭയങ്കര ഡെഡ്ലി അറ്റാക്കാണ് ഗൈസ്. ഇപ്പോൾ അവർ ത്രൂ വെച്ചോട് കേസ് കിട്ടൂല. ഇടന്ന് എടുക്കട ബോള് ഗൈസ്. വെക്കുമ്പോൾ ഒരു ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. എടുക്ക കഫിനെ അവിടെ പിടിച്ച് വെച്ചേക്കണ് ഗൈസ്. ഇതെന്ത് റഫറി ഒന്നും ഇല്ല ഗൈസ്. ഓക്കെ എംബാപ്പയ്ക്ക് കൊടുത്തില്ല ഗൈസ്. ഗൈസ് ഏതായാലും മാച്ച് അവസാനിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചലഞ്ച് വിൻ ചെയ്യാൻ പറ്റിയില്ല. സ്റ്റിൽ ഡ്രോ ആണ് ഗൈസ്. ലോസും കാര്യങ്ങളൊന്നും ഇല്ല, ഡ്രോ ആണ്. റിവേഴ്സ് പൊസിഷനിൽ ഉദ്ദേശം എല്ലാവരും നല്ലോണം കളിച്ചേക്കണ് തോന്നുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.